ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ധോണിയിലൂടെ ലീഡ് കോളേജിലാണ്. ഇവിടെ 18 ഏക്കറിൽ ഇവർക്കൊരു ഫാം ഹൗസ് ഉണ്ട്. അത് കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടോ, നമ്മള് ഫാം ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല മലകളും പച്ചപ്പും നോക്കി, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതൊക്കെ ഈ ഫാമിലുള്ളതാണ്. പിന്നെ ഇത് തീറ്റപ്പുല്ല്. ഇവിടെ തന്നെ ഒരുപാട് പശുക്കളുണ്ട്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട് ഇവിടെ ഫാം വിസിറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് MBA സ്റ്റുഡൻസിനുള്ള ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് ഈ ഫാമിലാണ് കേട്ടോ. ഇത് മിസ്റ്റി ലൈറ്റ്സിന്റെ ഷിബു സാറാണ്. പിന്നെ അതേ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് കൃഷി, അത് കുറെ ചെയ്തിട്ടുണ്ട്. മധുരക്കിഴങ്ങ് കൃഷി എല്ലാം ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ്. കുട്ടികൾ തന്നെയാണ് ഇതിന്റെ എല്ലാ മേൽനോട്ടങ്ങളും ചെയ്യുന്നത്. അവർക്ക് ഒഴിവുള്ള ദിവസങ്ങളിലെല്ലാം ഈ ഫാമിലുണ്ടാവും. വേറെയും ജോലിക്കാരുണ്ട്. ഇതാ നമ്മുടെ തൊമ്മൻ നടന്നു പോകുന്നു ഫാമിലൂടെ. കണ്ടല്ലോ, ഒരുപാട് സ്ഥലമുണ്ട്. 18 ഏക്കറൊക്കെ ഫാം നമ്മൾ നടന്ന് കണ്ടു തീർക്കാന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമല്ല. ഇത് കണ്ട വേറൊരു ആക്ടിവിറ്റി ആണ്. ശരിക്കും മിലിറ്ററിയില് നമ്മൾ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു, അതേപോലെയാണ് ഇവിടുത്തെ MBA സ്റ്റുഡൻസ് പുറത്തിറങ്ങുന്നത്. പിന്നെ കരിമഞ്ഞൾ കൃഷി അത് കുറേ ചെയ്തിട്ടുണ്ട്. അറിയാലോ അതിന്റെ ഒത്തിരി ഗുണങ്ങളൊക്കെ. പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകള്, എന്താ കടപ്ലാവ് നിൽക്കുന്നത് കണ്ടില്ലേ? ഈ കടപ്ലാവ് തന്നെ കുറേ ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കുറേ ദൂരത്തോളം കടപ്ലാവുണ്ട്. അതുമ്പോൾ നിറച്ച് കടച്ചക്ക ഉണ്ട്. അതുപോലെ തന്നെ പപ്പായ കൃഷി, കൊള്ളി, ഇതെല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ അറ്റം വരെ ഞാൻ കാണിച്ചു തരാന്ന് വെച്ചാല് അത് നടക്കുന്ന കാര്യമല്ല. കുറേ ഉണ്ട്. 18 ഏക്കറിലല്ലേ ഇവിടെ ഫാമും ഉണ്ട്, ഫാം ഹൗസും ഉണ്ട് കേട്ടോ. അവിടെ വന്ന് താമസിക്കാം. താമസിച്ച് നമുക്ക് ഒരു ദിവസം 2 ദിവസം 5-6 റൂമുകളുണ്ട് ഈ ഫാമില്. അവിടെ താമസിക്കാം. അതിന് പൈസയൊന്നും ആവശ്യമില്ല. നല്ല കിളികളുടെ ശബ്ദവും എല്ലാം കേട്ട് നമുക്ക് ഈ ഫാമിലിങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മനസ്സങ്ങനെ കുളിർന്നു പോകും. കണ്ടല്ലോ, തീറ്റപ്പുൽ കൃഷി കുറെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മത്തൻ, കുമ്പളം, പടവലം, എല്ലാ കൃഷികളും ഉണ്ട്. വഴുതന അതേ നിൽക്കുന്നത് കണ്ടില്ലേ? കുറെയൊക്കെ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, അറിയാലോ എല്ലാവർക്കും. ജോലിക്കാരും കുറെ ഉണ്ട് കേട്ടോ ഈ ഫാമില്. ഇതൊക്കെ പുറത്തുനിന്ന് വേറെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഞാൻ ഇവരുടെ അടുത്തുനിന്ന് കുറച്ച് ഇവരൊന്ന് സഹായിക്കാന്ന് വെച്ചു. കഷ്ടപ്പെട്ട് പണിയെടുക്കല്ലേ ചേച്ചിമാരെ. അപ്പൊ നമുക്കറിയാവുന്നൊരു ജോലിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും കൂടി ഒന്ന് ഇവരെ കുറച്ചു നേരം ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചു. മറ്റുള്ളവരൊക്കെ ഫാം ഇങ്ങനെ നടന്ന് കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചു നേരം ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചു. തൊട്ടടുത്ത് തന്നെ വെണ്ടയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ, വാഴത്തോട്ടം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് പയറ്, നല്ലപോലെ പയറുണ്ടായി നിൽക്കുന്നുണ്ട്. ഒരേ പന്തലാണ്. പന്തലപ്പോൾ അവർക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അടിപൊളി. പപ്പായ കണ്ടല്ലോ, പപ്പായ കുറച്ചൊന്നല്ല, ഒത്തിരി ഉണ്ട് പപ്പായ. ഇപ്പൊ ഇവിടുത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ പരിശീലനങ്ങളും കഴിഞ്ഞിട്ടാണ് ഈ ലീഡ് കോളേജിൽ നിന്ന് ഇവർ പുറത്തിറങ്ങുന്നത്. കണ്ടില്ലേ വാഴത്തോട്ടം? അത് നേന്ത്രനാണ് അധികം കൃഷി ചെയ്തിട്ടുള്ളത്. നേന്ത്രവാഴ, നല്ല നാടൻ പഴം കുട്ടികൾക്ക് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ മാവുകൾ, പലതരം മാവുകളുണ്ട്, പേരയുണ്ട്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് വിശ്രമിക്കാം, അതിനുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് സ്വീറ്റ് നെല്ലിക്ക. പിന്നെ അത് അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടില്ലേ? കുറേ ഉണ്ട് കേട്ടോ. കുറേ ദൂരം ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഡ്രാഗൺ എന്ന് പറഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. പക്ഷെ ഇത് ഇങ്ങനെ ഒരു തോടിന്റെ ഇരുവശത്തുമായിട്ട് ഇവരത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിൽ നിന്നെല്ലാം വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് ചെടികൾക്ക്. ഇത് കോവലാണ്. കോവൽ എല്ലാ സമയത്തും കോവൽ പറിക്കാം. നല്ല കോവലിന്റെ തണ്ട് കണ്ടല്ലോ, നല്ല അത്രയും കരുത്തായ തണ്ടാണ് കോവലിനെ. സപ്പോട്ട, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഇന്റർമംഗള കവുങ്ങൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നല്ല കാറ്റുകള്. ഫാമിൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഇതില് നമുക്ക് സ്പെൻഡ് ചെയ്യാം. പലതരം കോഴികളുണ്ട്, കണ്ടില്ലേ കോഴികളൊക്കെ? ഇതില് ബ്രഹ്മ എന്ന് പറഞ്ഞിട്ട് കോഴിയുണ്ട്. ഇതൊരു ഭംഗിയെ കാണാനായിട്ട് അല്ലേ? അടിപൊളി.
സൂപ്പർ. ഇതൊക്കെ ഒന്ന് കണ്ട് രസിക്കാൻ മാത്രം ഉണ്ട് അല്ലേ? നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന കാര്യമാണ്. കുട്ടികൾക്കായാലും പഠിപ്പിൽ നിന്നൊക്കെ ഒരു മോചനം. ദേ 2 കഴുതകളുണ്ട് ഒരു കൂട്ടില്. കണ്ടല്ലോ കഴുതകളെ. ദേ തൊട്ടപ്പുറത്ത് കുതിരയുണ്ട്. മോശക്കാരനല്ല കുതിര, കണ്ടോ? അടിപൊളി കുതിര. പിന്നെ പശുക്കള്, വെറൈറ്റി പശുക്കളുണ്ട്. എല്ലാം പാല് തരുന്ന പശുക്കളാണ്. കണ്ടില്ലേ? എന്തൊക്കെയാ പേരെന്ന് അറിയില്ല കേട്ടോ. ഇവരുടെയൊക്കെ പേരൊന്നും ചോദിച്ചറിയാൻ പറ്റിയില്ല. അതാണ് വിഷമായത്. ഓരോരുത്തർക്കും ഓരോ പേരിട്ടിട്ടുണ്ടായിരിക്കും എന്തായാലും. പിന്നെന്താ, ദേ ആട്ടിൻകുട്ടികള്, മിടുക്കത്തികളായിട്ടുള്ള ആട്ടിൻകുട്ടികൾ ഉണ്ട് ഇവിടെ. കോഴി, ഈ ബ്രഹ്മ എന്ന് പറഞ്ഞ കോഴിയുടെ എഗ്ഗ് നല്ല വിലയുള്ളതുമാണ്, നല്ല ടേസ്റ്റ് ഉള്ളതുമാണ്. ഇത് കണ്ട, ഇത് എന്താണെന്ന് അറിയോ? ഇതാണ് എമുവിന്റെ മുട്ടയാണ്. ഇത് കണ്ടോ, ഈ പച്ചക്കളർ. മറ്റത് ഈ വെള്ള കാണുന്നത് താറാവിന്റെ മുട്ടയും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. കണ്ടില്ലേ? എമുവിന്റെ മുട്ട കാണാത്തവരുണ്ടെങ്കിൽ ഇത് ഇപ്പൊ കണ്ടോ. ഇത് ഇവിടുത്തെ എമുവിന്റെ മുട്ടയാണ്. പിന്നെ നല്ലൊരു മുന്തിരി വള്ളികൾ പടർന്നു നിൽക്കുന്നു. നല്ല ക്ലീൻ ആയിട്ടുള്ള ഫാമാണ്. എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടിരിക്കുന്നുണ്ട് ഫാമം. കുട്ടികൾക്ക് വേണ്ടി വേറെ ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഇടങ്ങളിലുമായിട്ട് തേനീച്ച. ഇദ്ദേഹമാണ് ഓൾ ഇൻ ഓൾ ഫാമിന്റെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നിങ്ങളുടെ മക്കളെ തീർച്ചയായിട്ടും ഇവിടെ തന്നെ പഠിപ്പിക്കണം. ലീഡ് കോളേജില്, പാലക്കാട് ലീഡ് കോളേജില്. അടിപൊളി കോളേജാണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ടാറ്റ.